ഹായ് മക്കളെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഒരു വളരെ മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ഒരു സ്റ്റോറിയാണ് എൽസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ സ്റ്റോറി. ഈ സ്റ്റോറി ഫ്രോസൺ എന്ന് പറയുന്ന 2013 ഇറങ്ങിയിട്ടുള്ള ഒരു ഫിലിമാണ് കേട്ടോ, ഒരു ആനിമേറ്റഡ് ഫിലിമാണ്. ആ ഒരു ഫിലിമിലുള്ള ഒരു പാട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷെ ആ പാട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോറി നമുക്ക് അറിയണം അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഫിലിം കാണാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് സമയം കളയൊന്നും വേണ്ട. നിങ്ങൾ ഫ്രോസൺ എന്ന് പറയുന്ന മൂവിയുടെ യൂട്യൂബിലൊക്കെ ഉണ്ടാവും, അതിൻ്റെ മലയാളം റിവ്യൂസോ അല്ലെങ്കിൽ മലയാളം എക്സ്പ്ലനേഷനോ ഒക്കെ ഉണ്ടാവും, അത് കാണാം കേട്ടോ. അപ്പം ഞാനിവിടെ വളരെ ഷോർട്ടായിട്ട് ഈ ഒരു സ്റ്റോറി പറയാം. എൽസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവളുടെ അച്ഛൻ, അമ്മ, ഒരു അനിയത്തി, ഇങ്ങനെയാണ് കുടുംബമുള്ളത്. ചെറിയ ഫാമിലിയാണ്. എൽസ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയാണ് കേട്ടോ, ഒരു 3-4-5 വയസ്സൊക്കെ ആയിട്ടുള്ള പ്രായമുള്ള ഒരു പെൺകുട്ടി. അവളുടെ താഴെ ഒരു പെൺകുട്ടിയുണ്ട്. പക്ഷെ നമ്മുടെ എൽസയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. എൽസയുടെ കൈ കൊണ്ട്, അവളുടെ ഹാൻഡ് കൊണ്ട് എന്ത് തൊട്ടാലും അതെന്തായി മാറും? ഐസായിട്ട് മാറും. അവൾക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അവൾക്ക് ഗ്ലൗസ് ഇട്ടിട്ടാണ് അവൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. ഗ്ലൗസ് ഇട്ടാൽ കുഴപ്പമില്ല. അപ്പോൾ അവളുടെ കൈ കൊണ്ട് അവൾ എന്ത് സ്പർശിച്ചാലും അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഒരു ദിവസം അവളുടെ അനിയത്തി അവളുടെ അടുത്ത് വന്നിട്ട് ഐസ് ഉണ്ടാക്കിയിട്ട് തരാൻ പറഞ്ഞു കേട്ടോ, അതിലൂടെ സ്ലൈഡൊക്കെ ചെയ്ത് കളിക്കാൻ. ഓക്കെ, അപ്പോൾ അവളുടെ ആ കഴിവിനെ അവർ മനോഹരമായിട്ട് യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അനിയത്തി വന്നിട്ട് പറയും. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്, മോർണിംഗിൽ എണീറ്റിട്ട് ഫുൾ ഐസൊക്കെ ഉണ്ടാക്കി മഞ്ഞൊക്കെ വിതറി അതിലൂടെ കളിച്ച് അങ്ങനെ എല്ലാതും മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ, കളിയുടെ ഇടയിൽ ഒരു ഐസ് എന്തോ തട്ടിയിട്ട് അനിയത്തിക്ക് ഒരു ചെറിയ അപകടം വന്ന് വീഴാൻ പോവാണ്. ഓക്കെ, ഇത് ഒരു ആനിമേറ്റഡ് ഫിലിമാട്ടോ. ഇതിലുള്ളതൊക്കെ അമാനുഷികമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അവർ പെട്ടെന്ന് കൊണ്ടുപോകും. എന്ത് ചെയ്തിട്ടും ആൾക്ക് അപകടമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് തരണം ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയിട്ട് അതിൽ കുറച്ച് ആ ഒരു നമുക്ക് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. അവർ വന്നിട്ട് അത് ചെയ്യും. പിന്നെ എൽസയോട് ഇങ്ങനെ നിൻ്റെ കഴിവുകൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ ഇതിന് ശേഷം എൽസയുടെ ഫാമിലി ഇവരെ രണ്ടുപേരെയും ഒന്നിച്ച് കാണാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ, എൽസയെ ഒറ്റയ്ക്ക് റൂമിലിട്ട് വളർത്തുകയാണ്. അവൾ ആ റൂമിൻ്റെ ഉള്ളിൽ ഒതുങ്ങി പോവുകയാണ്. അവൾ തന്നെ സ്വയം ഒതുങ്ങുന്നു, വീട്ടുകാരും ഒതുക്കുന്നു. അതുപോലെ മറ്റുള്ളവർക്കനുസരിച്ച് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ പെടാൻ പറ്റാത്തൊരു ക്യാരക്ടറായിട്ടും അവളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാനും കഴിയുന്നില്ല. അതുപോലെ മറ്റുള്ള സൊസൈറ്റി കൽപ്പിച്ച ചട്ടക്കൂടുകളിൽ ജീവിക്കാൻ അവൾക്ക് കഴിയില്ല. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും അവൾ ഒരു ഉള്ളിൽ ഒതുങ്ങി പോവുകയാണ് അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യാണ്, ഒരു ലിമിറ്റേഷൻസ് അവൾക്ക് ചുറ്റും സ്വയം നിർമ്മിച്ചുകൊണ്ട് അവൾ ഉള്ളിൽ ജീവിക്കുകയാണ്. അങ്ങനെ അവൾ വർഷങ്ങളോളം ജീവിച്ച് അതിനുള്ളിൽ വലിയ കുട്ടിയാവാണ് കേട്ടോ, വലിയ ഏജ്ഡ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയായിട്ട് മാറാണ്. അനിയത്തി അപ്പോഴും അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. അവരിങ്ങനെ പുറത്തുനിന്നുള്ള ശബ്ദങ്ങളൊക്കെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൽസ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനാണ്. ഇതൊരു ആ ഫിലിം ഒരു സിസ്റ്റേഴ്സിൻ്റെ സ്നേഹത്തെയാണ് കേട്ടോ ആ ഫിലിമിൽ കാണിക്കുന്നത്, രണ്ട് സിസ്റ്റേഴ്സ് തമ്മിലുള്ള. അപ്പോൾ ഈ ഒരു പറഞ്ഞ പോലെ വരികയാണ്. അങ്ങനെ വലിയ കുട്ടികളാവാണ്. എൽസ വലുതാവാണ്, എൽസയുടെ അനിയത്തിയും വലുതാവാണ്. അവർക്കൊരു ആക്സിഡൻറ്റ് പോലത്തെ ഒരു സംഭവം സംഭവിച്ചിട്ട് എൽസയുടെ അച്ഛനും അമ്മയും എന്ത് ചെയ്യാണ്, മരിച്ചു പോവാണ്. എവിടേക്കോ പോയിട്ട് തിരിച്ച് മടങ്ങി വരുന്നില്ല. സ്വാഭാവികമായിട്ടും എൽസയുടെ അനിയത്തി ഒറ്റപ്പെട്ടു പോവുകയാണ്. കാരണം എൽസ വേറെ റൂമിലായിട്ട് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്, പിന്നെ എൽസയുടെ അനിയത്തിക്ക് ചെറിയ റിലേഷനൊക്കെ ഉണ്ടാവുകയും സ്വാഭാവികമായിട്ടും അടുത്ത സ്ഥാനം ഏൽക്കേണ്ടത് അങ്ങനെ ഒരു ഫിലിമാണ് കേട്ടോ, രാജ്ഞി സ്ഥാനം അങ്ങനെയൊക്കെയുള്ളൊരു അടുത്ത സ്ഥാനം ഏൽക്കേണ്ടത് എൽസ ആയതുകൊണ്ട് അവൾ എന്ത് ചെയ്യാണ്, പുറത്തോട്ട് വരികയാണ്. എല്ലാവരും എൽസയ്ക്ക് അടുത്ത സ്ഥാനം കൊടുക്കണം. ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ ആ റൂമുകൾക്കിടയിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ എന്ത് ചെയ്യാണ്, എൽസയുടെ അനിയത്തി ആ പാർട്ടിയിൽ വെച്ചിട്ട് ആളുടെ ലവറെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുമ്പോൾ എൽസക്ക് അത് സഹിക്കാൻ കഴിയില്ല. ആൾക്ക് ദേഷ്യം വന്നിട്ട് ആൾ എന്ത് ചെയ്യാണ്, പൊട്ടിത്തെറിക്കുകയാണ്. ആൾ പൊട്ടിത്തെറിക്കുമ്പോൾ ആളുടെ ശക്തി ഇരട്ടിയാവാണ്. ഓക്കെ, അങ്ങനെ ഇരട്ടി സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്, ആളുടെ ദേഷ്യത്തിൽ ആൾ തൊടുന്നതൊക്കെ ഐസാവാണ്. അവിടെ ഫുൾ ഐസാവാണ്. ഓക്കെ, അവിടെ പെട്ടെന്ന് എല്ലാവരും ഓടി രക്ഷപ്പെടുക. അവൾ കൈ തട്ടുമ്പോഴും കാല് തട്ടുമ്പോഴും എവിടെ നിന്നാൽ ഫുൾ ഐസായി മാറുക. ഓക്കെ, എല്ലാവരും പേടിക്കുകയാണ്. ആർക്കും ഇങ്ങനൊരു ഇതുള്ളത് എൽസയ്ക്ക് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഓക്കെ, അവൾ സൊസൈറ്റിക്ക് പറ്റിയ രീതിക്ക് ഒതുങ്ങി ജീവിക്കുമായിരുന്നു അല്ലേ? ഗ്ലൗസൊക്കെ ഇട്ട് ആളുകളുടെ മുമ്പിലൊക്കെ വരുമ്പോൾ അങ്ങനെയായിരുന്നു ജീവിതം. അതിൽ ഫുൾ അവിടെയുള്ള എന്ത് തൊടുമ്പോഴും എല്ലാം മൊത്തം
അവൾ പോകുന്ന വഴിയും എല്ലാം അവൾ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അവൾ ഇറങ്ങി ഓടി ദൂരെ പോയിട്ട് ഒരു മൗണ്ടെയിൻ, ഒരു മലനിര പോലെ കുറേ ദൂരെയുള്ള ഒരു പ്രദേശത്ത് പോയിട്ട് അവളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അവളൊരു കൊട്ടാരം നിർമ്മിക്കുകയാണ്. അവളുടെ കഴിവ് ഉപയോഗിച്ചിട്ട് അവളൊരു ചില്ല് കൊട്ടാരം നിർമ്മിക്കുകയാണ്, ഐസിൻ്റെ. വളരെ മനോഹരമായിട്ടുള്ള ഒരു കൊട്ടാരം. അപ്പോൾ ആ കൊട്ടാരം നിർമ്മിക്കുമ്പോൾ അവളൊരു പാട്ട് പാടിയിട്ടാണ് നിർമ്മിക്കുന്നത്. ഓക്കെ, അതുവരെയുള്ള അവളുടെ ലിമിറ്റേഷൻസും അവളുടെ സൊസൈറ്റി ആളുകൾക്ക് വെച്ചിരിക്കുന്ന ഇങ്ങനെയൊക്കെ ആവണം, ഇങ്ങനെയൊക്കെയാണ് ഒരാൾ ജീവിക്കേണ്ടത് എന്നുള്ള സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷനും ലിമിറ്റേഷൻസിൽ നിന്നെല്ലാം ഫ്രീ ആയിക്കൊണ്ട് അവളായിട്ട് ജീവിക്കാൻ പോവുകയാണ്. അവളായിട്ടാണ് ഇനി ജീവിക്കുന്നത്. അപ്പോൾ അവളുടെ ഇത്രയും കാലം അവൾ അനുഭവിച്ച ഫിയറുകളും ടെൻഷനും പ്രഷറുകളെല്ലാം അവൾ കളഞ്ഞുകൊണ്ട് അവൾ ഫ്രീ ആവുകയാണ്. അവൾക്ക് വേണ്ടിയിട്ടൊരു കൊട്ടാരം നിർമ്മിക്കുകയാണ്, ഐസ് കൊട്ടാരം. ആ ഐസ് കൊട്ടാരത്തിലെ രാജ്ഞിയായിട്ട് അവളിങ്ങനെ നിൽക്കുകയാണ്. അവിടെ അവൾക്ക് ലിമിറ്റേഷൻസ് ഇല്ല, ഫിയർ ഇല്ല, ബുദ്ധിമുട്ടുകളില്ല, ടെൻഷനില്ല. എല്ലാ സ്ട്രഗിൾസുകളിൽ നിന്നും ഫ്രീ ആയിട്ട് അവൾ ആ ടൈമിൽ പാടുന്നൊരു പാട്ടുണ്ട് മക്കളെ, ആ പാട്ടാണിത്. ഓക്കെ, ഈ സ്റ്റോറിക്ക് ബാക്കിയുണ്ട് കേട്ടോ, അവരെ യോജിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പം നമുക്കിവിടെ സ്റ്റോറിക്കൊരു പ്രസക്തി ഇല്ല, പക്ഷെ ആ പാട്ട് എത്തിയല്ലോ. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്, അവളുടെ എല്ലാ ലിമിറ്റേഷൻസും എക്സ്പെക്റ്റേഷൻസും സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷനും ഒക്കെ പുറത്ത് വന്നുകൊണ്ട് ഫ്രീ ആവുകയാണ് അല്ലേ. എന്നിട്ട് അവളൊരു പാട്ട് പാടുന്നുണ്ട് മക്കളെ. ആ ചില്ല് കൊട്ടാരമാണ് ഈ നിർമ്മിക്കുന്നത്. ആ ചില്ല് കൊട്ടാരം നിർമ്മിക്കുമ്പോൾ അവൾ പാടുന്നൊരു പാട്ടാണിത്. ഓക്കെ, ബാക്കി സ്റ്റോറിയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പോയി കേൾക്കുക. അവളുടെ അനിയത്തി വരുന്നുണ്ട്, അവർ തമ്മിൽ യോജിക്കുന്ന അനിയത്തിക്ക് ഒരു അപകടം വരുമ്പോൾ ആൾ പോയിട്ട് സഹായിക്കുന്നുണ്ട്. അവരൊന്നിച്ച് പിന്നെ ഹഗ്ഗൊക്കെ ചെയ്ത് എൻഡിങ് ആവുന്നതാണ് ഈ ഒരു സ്റ്റോറിയുടെ അവസാനം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ് ഇറ്റ് ഗോ. എന്താണ് ലെറ്റ് ഇറ്റ് ഗോ? അത് പൊക്കോട്ടെ, അതിനെ പോവാൻ അനുവദിക്കോ, അത് പൊക്കോട്ടെ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ക്രിസ്റ്റ്യൻ ആൻസൽ ലൂപ്പേഴ്സ്, റോബർട്ട് ലൂപ്പേഴ്സ്, ഇഡീന കിം ആൻസൽ അല്ലേ, ഇവർ രണ്ടുപേരുമാണ് ഇത് എഴുതിയത് കേട്ടോ. മറ്റേ ആളിത് പാടിയതാണ് കേട്ടോ. ഇഡീന കിം ആൻസൽ എന്ന് പറയുന്നത് ഇത് പാടിയ വ്യക്തിയാണ് കേട്ടോ. ഇത് രണ്ടുപേരാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്, ഹസ്ബൻഡും വൈഫും ആണ് കേട്ടോ. ഇവർ രണ്ടുപേരും അവർ ഒരുപാട് വർക്കുകൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഒരുമിച്ച്. അപ്പോൾ അത് ഹസ്ബൻഡും വൈഫുമാണ്. ദെൻ ഇഡീന കിം മാൻസൽ, അവരാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത് കേട്ടോ. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സിംഗറാണ് കേട്ടോ. ഇവരൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാലൊക്കെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് അവരെ കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടും. നോക്കാം. ലെറ്റ് ഇറ്റ് ഗോ ഈസ് എ സോങ് ഫ്രം ദ മൂവി ഫ്രോസൺ. ഫ്രോസൺ എന്ന് പറയുന്ന ഒരു ആനിമേറ്റഡ് ഇംഗ്ലീഷ് ഫിലിമാണ് കേട്ടോ. അതിൽ നിന്നുള്ള ഒരു പാട്ടാണ് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത്. ഹാർമോണിയസ് ഫ്യൂഷൻ ഓഫ് വേർഡ്സ്, മ്യൂസിക് ആൻഡ് ആനിമേഷൻ. ആനിമേഷൻ്റെയും മ്യൂസിക്കിൻ്റെയും സംഗീതത്തിൻ്റെയും വാക്കുകളുടെയും ആനിമേഷൻ്റെയൊക്കെ ഒരു കൂടിച്ചേരലാണ് എന്ന് പറയുന്നത് ഈ ഒരു പാട്ടെന്ന് പറയുന്നത്. എൽസ അല്ലെങ്കിൽ ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്. എൽസ ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ ഫ്രോസൺ അല്ലേ. ഫ്രോസണിലെ മെയിൻ ക്യാരക്ടറാണ് എൽസ. ഇസ് ടു ഷൈ ആൻഡ് ടിമിഡ് ഈവൻ ടു അപ്പിയർ ബിഫോർ അതേഴ്സ്. ആളെങ്ങനെയാണ്, ഭയങ്കര ഷൈ ആണ്, ഭയങ്കര നാണക്കാരിയായിട്ടുള്ള ക്യാരക്ടറായിരുന്നു. ആൻഡ് ടിമിഡ് ഈവൻ അപ്പിയർ. ടിമിഡ് പറഞ്ഞാൽ മുന്നോട്ട് വരാൻ ധൈര്യമില്ലാത്ത വ്യക്തി. അപ്പിയർ ബിഫോർ ദ അതേഴ്സ് അല്ലേ, മറ്റുള്ളവരുടെ മുമ്പിൽ വരാൻ പോലും ധൈര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു എൽസ എന്ന് പറയുന്നത്. അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഇൻ ലൈഫിൽ ഒരു പ്രത്യേക സമയമായപ്പോൾ, അവളുടെ ലൈഫിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ടൈം ആയപ്പോൾ, ഷീ ഡിസൈഡ് ടു ഫ്രീ ഹെർസെൽഫ് ഓഫ് ദ സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻ ആൻഡ് ലീവ് അക്കോർഡിംഗ് ടു ഹർ ഡീപ്പസ്റ്റ് വിഷസ് അല്ലേ. ലൈഫിൽ ഒരു പ്രത്യേക ടൈം ആയപ്പോൾ അവൾ തീരുമാനിക്കുകയാണ് എന്ത്, സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻ അല്ലേ, നമ്മുടെ സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് പ്രതീക്ഷകളിൽ നിന്നും ഫ്രീ ആയിക്കൊണ്ട് അത് അക്കോർഡിംഗ് ടു ഹർ ഡീപ്പസ്റ്റ് വിഷസ്, അവളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ ഒരു ലൈഫിൽ ഒരു പ്രത്യേക സമയമാകുമ്പോൾ അവൾ തീരുമാനിക്കുകയാണ്. And she sings the song Let It Go to express this decision as she built an ice palace for herself അല്ലേ. അവളുടെ ഈ തീരുമാനം ഉണ്ടല്ലോ, സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷനെയൊക്കെ മറികടന്നുകൊണ്ട് ഇനി മുതൽ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിതം ജീവിക്കുമെന്നുള്ള അവളുടെ ആ തീരുമാനം ഈ ഒരു പാട്ടിലൂടെ അവൾ പാടുകയാണ്. എപ്പോഴാണ് പാടുന്നത് മക്കളെ, അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഐസ് പാലസ് അല്ലേ, ഒരു കൊട്ടാരം നിർമ്മിക്കുകയാണ്. ആ കൊട്ടാരം നിർമ്മിക്കുമ്പോഴാണ് അവളിത് പാടുന്നത്.
അബൌട്ട് ദ ഓഥർ ആൻഡ് ദ സിംഗർ. അല്ലെ, നോക്കാം. നമുക്ക് ഓഥറിനെ കുറിച്ചും ആ പാട്ട് പാടിയ വ്യക്തിയെ കുറിച്ച് നോക്കാം. ലെറ്റ് ഇറ്റ് ഗോ ഈസ് എ ക്യാപ്റ്റിവേറ്റിംഗ് സോങ് ഫ്രം ഡിസ്നീസ് ആനിമേഷൻ ഫിലിം ഫ്രോസൺ 2013. അല്ലേ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 2013 ഫ്രോസൺ എന്ന് പറയുന്ന ഒരു ആനിമേറ്റഡ് ഡിസ്നി ഫിലിംസിലെ ഉള്ള ഒരു പാട്ടാണ് ഈ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത്. ആൻഡ് ഫീച്ചറിങ് എൻചാൻറ്റിംഗ് മ്യൂസിക് ആൻഡ് ലിറിക്സ് ക്രാഫ്റ്റഡ് ബൈ ദ ടാലന്റ് ഡ്യുവോ ക്രിസ്റ്റ്യൻ ആൻസൺ ലൂപ്പേഴ്സ് ആൻഡ് റോബർട്ട് ലൂപ്പേഴ്സ്. അല്ലേ, വളരെ ടാലന്റഡ് ആയിട്ടുള്ള ക്രിസ്റ്റ്യൻ റോബർട്ട് ലൂപ്പസും അതുപോലെ റോബർട്ട് ലൂപ്പസും കൂടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ മനോഹരമായിട്ടുള്ള എക്സൈറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പാട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ക്രിസ്റ്റ്യൻ ആൻസൺ ലൂപ്പസ് ബോൺ ഇൻ 21 March 1972 ഈസ് ആൻ അമേരിക്കൻ സോങ് റൈറ്റർ ആൻഡ് ലിറിസ്റ്റ്. അല്ലേ, ഒരു അമേരിക്കൻ സോങ് റൈറ്റർ ആണ്, എഴുത്തുകാരിയും കൂടാണ് കേട്ടോ. ആൻഡ് ഹെർ ഹസ്ബൻഡ്, അവളുടെ ഹസ്ബൻഡ് റോബർട്ട് ലൂപ്പേഴ്സ് ബോൺ ഓൺ 3 February 1975. അല്ലേ, ഹസ്ബൻഡ് 1971 ഫെബ്രുവരി 3 ജനിച്ചതാണ്. റോബർട്ട് ലൂപ്പേഴ്സ് ഈസ് ആൻ അക്കംപ്ലിഷ്ഡ് അമേരിക്കൻ സോങ് റൈറ്റർ ഹു ഹാസ് വൺ ആൻ എമ്മി, ഗ്രാമി ആൻഡ് ഓസ്കാർ ആൻഡ് ടോണി അവാർഡ്. അല്ലേ, ഒരുപാട് അവാർഡുകൾ, ഇതൊക്കെ അവരുടെ അവാർഡുകളാണ് കേട്ടോ. ടോണി, ഓസ്കാർ, ഗ്രാമി, എമ്മി ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ദെയർ കൊളാബറേഷൻ ഓഫ് ദ സോങ് ലെറ്റ് ഇറ്റ് ഗോ ഏൺഡ് ദം ദ അക്കാഡമി അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഒറിജിനൽ സോങ് ഇൻ 2004. അല്ലേ, അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്തിട്ടുള്ള ഈ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന പാട്ട് അവർക്ക് എന്ത് നേടിക്കൊടുത്തിട്ടുണ്ട്, അക്കാഡമി അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഒറിജിനൽ സോങ് ഇൻ 2014 അക്കാഡമി അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഒറിജിനൽ എന്ന് പറയുന്നതും ഈ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന പാട്ടിന് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ഗോ വാസ് സാങ് ആൻഡ് പോപ്പുലറൈസ്ഡ് ബൈ ദ അമേരിക്കൻ ആക്ടർ സിംഗർ എഡീന കിംമാൻസ്. അല്ലേ, എഴുതിയിട്ട് മാത്രം കാര്യമുണ്ടോ മക്കളെ? ഇല്ല. അല്ലേ, പാട്ട് എന്ത് ചെയ്യണം, അത് ചിലപ്പോൾ അറിയപ്പെടുന്നത് എഴുതിയ ആളുകളുടെ പേരിലാണ്, അല്ല ചില ആളുകൾ പാടുമ്പോഴാണ് ഇത് ഫേമസ് ആവുന്നത്. അല്ലേ, അങ്ങനെ നമ്മുടെ ഈ പാട്ടുകാരിയാണ് മക്കളെ അത് പാടിയിട്ടുള്ളത്. എഡീന കിംമാൻസ് എന്ന് പറയുന്ന അമേരിക്കൻ ആക്ട്രസുമാണ്, അഭിനേത്രിയുമാണ്, അതുപോലെ സിംഗറുമാണ് കേട്ടോ. അവരാണ് ഈ പാട്ട് പാടി ഇത്രയും പോപ്പുലർ ആക്കിയിട്ടുള്ളത്. മെൻസർ വോൺ ദ ന്യൂമറസ് അക്ലോഡ്സിലെ അവർക്ക് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ദ അമേരിക്കൻ മ്യൂസിക് അവാർഡ്, ദ ബിൽബോർഡ് മ്യൂസിക് അവാർഡ്, ടോണി അവാർഡ്, ദ സ്റ്റാർ ഓൺ ദ ഹോളിവുഡ് വോക്ക് ഓഫ് ദ ഫെയിം ഇൻ 2022. അല്ലേ, ഇത്രയും അവാർഡുകളൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഷി വാസ് ഓണേഡ് ആസ് എ ഡിസ്നി ലെജൻഡ്. അല്ലേ, അതുപോലെ ഡിസ്നി ലെജൻഡായിട്ട് അവരെ എന്ത് ചെയ്തിട്ട് അവർക്കൊരു അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും അംഗീകാരങ്ങൾ ഇവർക്ക് ലഭിച്ചതാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് റൈറ്റേഴ്സിനെ കുറിച്ച് അറിയാനുള്ളത്. നമുക്ക് നോക്കാം, നമ്മുടെ മനോഹരമായിട്ടുള്ള പാട്ടിലോട്ട് കിടക്കാം. The snow glows white on the mountain tonight, not a footprint to be seen. മക്കളെ, ഈ പാട്ട് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും കേട്ടോ. നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയാൽ ഉണ്ടാവും, നല്ല വ്യൂസൊക്കെ ഉള്ളൊരു പാട്ടാട്ടോ. പാട്ട് ഒരു തവണ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ 2-3 തവണയെങ്കിലും കേൾക്കും. അപ്പം ഇത് നിങ്ങൾ പഠിച്ചതിന് ശേഷം ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലൈനും കൂടെ മനസ്സിലാവുമ്പോഴേ അത് ഭയങ്കര മനോഹരമായിട്ട് തോന്നും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. Then the snow glows white on the mountain tonight, not a footprint to be seen, a kingdom of the isolation, and it looks like I'm the queen. The wind is howling like the swirling storm inside, couldn't keep it in, heaven knows I tried. നോക്കാം. The snow glows white on the mountain tonight. ഇന്ന് ഈ രാത്രിയിൽ മലനിരകളിൽ, അല്ലേ, മലക്ക് മുകളിലായിട്ട്, ഹില്ലിന് മുകളിലായിട്ട്, മലയിന് മുകളിൽ എങ്ങനെയാണ് ഈ മഞ്ഞിനെ കാണപ്പെടുന്നത്? വെള്ളി വെളിച്ചം പോലെയാണ്. അല്ലേ, വെള്ളി വെളിച്ചം പോലെ. വൈറ്റ് എന്ന് പറഞ്ഞാൽ വെളുത്ത നിറം. അല്ലേ മക്കളെ, ഗ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? വെട്ടിത്തിളങ്ങുക. അല്ലേ, വെള്ളി വെളിച്ചം പോലെ വെട്ടിത്തിളങ്ങിക്കൊണ്ട് നല്ല പോലെ തിളങ്ങിക്കൊണ്ടാണ് മഞ്ഞ് ഇന്ന് കാണപ്പെടുന്നത് ആ മൗണ്ടിൻ്റെ മുകളിലായിട്ട്. ഓക്കെ, നോട്ട് എ ഫുട് പ്രിന്റ് ടു ബി സീൻ. അവിടെ എന്തില്ല, ഒരു കാൽപാദം പോലും അവിടെ പതിഞ്ഞിട്ടില്ല. കാരണം അവളുടെ ആയിട്ടുള്ള ലോകമാണ്, അവിടെ വേറെ ആരും ചെന്നിട്ടില്ല, അവൾ ഒറ്റക്കാണ് അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ വേറെ ആരും ഇല്ല. ആ ഒരു കൺസെപ്റ്റാണ് കേട്ടോ, നോട്ട് എ ഫുട് പ്രിന്റ് ടു ബി സീൻ. ഈ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൊസൈറ്റിയിലെ എക്സ്പെക്റ്റേഷനാണ്, ആളുകളുടെ ചിന്താഗതിയും ആളുകളുടെ നിയമങ്ങളും, ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു ഫുട് പ്രിന്റ് ഉണ്ടല്ലോ, അതവിടെ എത്തിയിട്ടില്ല, അവിടെ ഒന്നുമില്ല. അവിടെ എന്താണ്? ഫ്രീ ആണ് കേട്ടോ.
ആൻഡ് എ കിങ്ഡം ഓഫ് ഐസൊല്യൂഷൻ. അത് എന്തിൻ്റെതാണ്? ഏകാന്തതയുടെ കൊട്ടാരമാണ്, ഏകാന്തതയുടെ സാമ്രാജ്യമാണ് അല്ലേ. ഐസൊല്യൂഷൻ മീൻസ് ഏകാന്തത, കിങ്ഡം മീൻസ് സാമ്രാജ്യം അല്ലേ. അതെന്താണ്? ഏകാന്തതയുടെ സാമ്രാജ്യമാണത്. ഓക്കെ. ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ഐ ആം ദ ക്യൂൻ. അവിടെ ഞാൻ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഞാനാണ് അവിടെ രാജ്ഞി. അവിടുത്തെ രാജ്ഞിയായിട്ട് കാണപ്പെടുന്നത് എന്നെയാണ്. ഓക്കെ. അപ്പോൾ അവർ പറയാണ്, അവരൊരു കൊട്ടാരം പോലെ ലൈസ് പാലസിനെ ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളി വെളിച്ചം പോലെ ഇങ്ങനെ തിളങ്ങി കാണുന്നുണ്ട് മഞ്ഞ്. അവിടെ അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ പോലും കാൽപാദ സ്പർശനം അവിടെ പതിഞ്ഞിട്ടില്ല. അതൊരു എന്താണ്? ഏകാന്തതയുടെ സാമ്രാജ്യമാണ്. ഞാനാണ് അവിടുത്തെ ക്യൂൻ എന്ന് പറയുന്നത്. ഓക്കെ. The wind is howling like this swirling storm inside. ഈ കാറ്റ്, അവിടെ കാറ്റ് എങ്ങനെ വീശുന്നുണ്ട്? ഊരിയിട്ടുകൊണ്ട് വീശുന്ന കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ട്. ലൈക്ക് ദിസ് swirling storm inside. എൻ്റെ ഉള്ളിൽ. ഇൻസൈഡ് മീൻസ് എന്താണ്? ഉള്ളിലാണ് കേട്ടോ. ആ ഇൻസൈഡ് മീൻസ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലാണ്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ്? സ്റ്റോം മീൻസ് കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റ് ഇങ്ങനെ ചുഴലിയിട്ടുകൊണ്ട് ആഞ്ഞടിച്ച് ഇങ്ങനെ റൗണ്ട് ചുറ്റിക്കൊണ്ട് ഇളകി പറയുന്നത് പോലെയാണ് അവിടെ കാറ്റ് എന്ത് ചെയ്യുന്നത്? ഹൗളിങ് ചെല്ലുന്നത്. ഓക്കെ. ഇതിവിടെ ലൈക്ക് ഇവിടെ കാണുന്നുണ്ട്. ലൈക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാതെ എന്താണ്? നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിമിലിയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു സ്ട്രഗിളിംഗ് ആണ് ഈ സ്വിർലിംഗ് സ്റ്റോം എന്ന് പറയുന്നത്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ട്രഗിളിംഗ് ഉണ്ട് അല്ലേ. സൊസൈറ്റി ഇങ്ങനെ ചെയ്യരുത്, സൊസൈറ്റി അങ്ങനെ ചെയ്യണം, ഒരു വ്യക്തി ഇങ്ങനെ ആയിരിക്കണം, ഒരു പെൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്ട്രഗിളിങ്സ് ഉണ്ട് അവരുടെ മൈൻഡിൽ അല്ലേ. തെറ്റ് ശരി, തെറ്റ് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, അവർ ചെയ്യുന്ന ശരികൾ മറ്റുള്ളവർക്ക് തെറ്റുകളായിരിക്കും. ഇങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ്. ഇതുകൊണ്ടൊക്കെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് ഇങ്ങനെ ചുറ്റിയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരുടെ ആ സ്ട്രഗ്ലിംഗ് മൈൻഡാണ് കേട്ടോ. അതുപോലെയാണ് അവിടെ ഇപ്പോൾ എന്തുള്ളത്? വിൻഡും എന്ത് ചെയ്യുന്നത്? ഹൗള് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദെൻ കുഡിൻ കീപ്പ് ഇറ്റ് ഇൻ. എനിക്കതിനി ഒരിക്കലും എന്ത് ചെയ്യില്ല, എനിക്കത് നിയന്ത്രിച്ച് നിർത്താൻ കഴിയില്ല, എനിക്കിനി അത് അവിടെ സംരക്ഷിച്ച് നിർത്താൻ സാധിക്കില്ല. ഹെവൻ നോസ് ഐ ട്രൈഡ്. ഹെവൻ മീൻസ് ഇവിടെ ഗോഡാണ് കേട്ടോ. ഹെവൻ മീൻസ് ഇവിടെ ദൈവം. ഗോഡ് നോസ് ഐ ട്രൈ. ദൈവത്തിന് അറിയാം ഞാനത് നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അല്ലേ. എന്താണ് ഉദ്ദേശിച്ചത്? ഓക്കെ. അവരവരുടെ ഒരു ലിമിറ്റഡ് ലൈഫിൽ സൊസൈറ്റി എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വർഷം അവർ ജീവിച്ചിട്ടുണ്ട് അല്ലേ. അവർക്ക് ഇനി എന്ത് ചെയ്യില്ല, ഇനി അതിന് അവർക്ക് സാധിക്കില്ല. ഇനി അങ്ങനെ ഒരു ലിമിറ്റേഷനിൽ അവർക്ക് നിൽക്കാൻ സാധിക്കില്ല. എന്താണ്? അവർ നന്നായിട്ട് അതിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇനി അതിന് സാധിക്കില്ല. ദൈവത്തിനത് നന്നായിട്ട് അറിയാം എന്നാണ് പറയുന്നത്. ക്ലിയർ? പ്രീ കോറസിലെ ഒരുമിച്ച് ഇങ്ങനെ പാടുമല്ലോ പാട്ടില്, അതാണ് കേട്ടോ. ഡോണ്ട് ലെറ്റ് ദം ഇൻ, ഡോണ്ട് ലെറ്റ് ദം ടു സീ. ആരെയും അതിൻ്റെ ഉള്ളിലേക്ക് ഇനി പ്രവേശിപ്പിക്കില്ല. ആൻഡ് ഡോണ്ട് ലെറ്റ് ദം സീ. ആർക്കും അത് കാണിച്ചു കൊടുക്കില്ല. ഓക്കെ. അവരുടെ ആ ലോകമാണ് ആ പറയുന്നത്. ഓക്കെ. അവരുടെ ആ ഒരു ഫ്രീ ആയിട്ടുള്ള ആ ലോകത്തേക്ക് ഇല്ലേ, ഇനി ഇങ്ങനെയുള്ള സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷനും ലിമിറ്റേഷൻസും ഒന്നും അവർ കടന്നു വരാൻ സമ്മതിക്കില്ല. ആരെയും അതിൻ്റെ ഉള്ളിലോട്ട് അവർ പ്രവേശിപ്പിക്കില്ല. ആരും അതിനെ കാണേണ്ട. ബി ദ ഗുഡ് ഗേൾ, യു ഓൾവേസ് ഹാവ് ടു ബി കൺസീൽ. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്തായിരുന്നു? ഒരു ഗുഡ് ഗേൾ ആയിരുന്നു. ഓൾവേസ് ഹാവ് ടു ബി കൺസീൽ. എല്ലാം ഒളിപ്പിച്ച് വെക്കുന്ന, എല്ലാ കാര്യങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കുന്ന, മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ഒതുക്കി വെക്കുന്ന, ഡോണ്ട് ഫീൽ, ഒന്നിനെക്കുറിച്ചും ഫീൽ ചെയ്യാത്ത, ഒന്നിനെക്കുറിച്ചും കൂടുതൽ ഫീൽ ആവാത്ത ഒരു വ്യക്തിയായിരുന്നു എന്ത്? ഐ എം ഗുഡ് ഗേൾ. ഞാൻ അങ്ങനെ ആയിരുന്നു. ഡോണ്ട് ലെറ്റ് ദം ടു നോ വെൽ. അല്ലേ, എന്ത് ചെയ്യേണ്ട? അവരിനി അത് അറിയേണ്ട. നൗ ദേ നോ. അവർക്കിപ്പോൾ എന്തെല്ലാം, പക്ഷെ നൗ ദേ നോ. അവർക്കിപ്പോൾ എല്ലാം അറിയാം അല്ലേ. അവർക്ക് എന്താ അറിയേണ്ടെന്ന് ഉദ്ദേശിച്ചിരുന്നത്? എന്തായിരുന്നു ആ വ്യക്തി എന്നുള്ളത് അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. സൊസൈറ്റി പറയുന്നത് പോലെ ഒന്നും ഫീൽ ചെയ്യാത്ത, ഒന്നിനെക്കുറിച്ചും ബോധേടാവാത്ത, എന്തായിരുന്നു എല്ലാ കാര്യങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ അവരുടെ കഴിവുകളായാലും അവരുടെ പാഷനായാലും അവരുടെ ഇഷ്ടങ്ങളായാലും എല്ലാം സൊസൈറ്റിക്ക് വേണ്ടി അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് സൊസൈറ്റി പറയുന്ന പോലെ ഒരു ഗുഡ് ഗേൾ ആയിട്ടായിരുന്നു ആളുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം എന്താണ്? ഇപ്പം എല്ലാവർക്കും എല്ലാം അറിയാം എന്നാണ് പറയുന്നത്.
ഇനി കോറസ് അല്ലേ, ഒരുമിച്ചാണ്. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ അല്ലേ, അത് പൊക്കോട്ടെ, അത് പൊക്കോട്ടെ. കാണ്ട് ഹോൾഡ് ഇറ്റ് ബാക്ക് എനി മോർ, ഇനി എനിക്ക് ഒരിക്കലും അതെന്ത് ചെയ്യില്ല, പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ, അത് പൊക്കോട്ടെ, അത് കടന്നു പൊക്കോട്ടെ. ടേൺ അവേ ആൻഡ് സ്ലാം ദ ഡോർ, അതിനെതിരെ തിരിഞ്ഞു നിൽക്കും. ഇതൊക്കെ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷനും അവർക്ക് കൊടുക്കുന്ന ലിമിറ്റേഷൻസും ആ റിജിഡ് നാരോ ചിന്താഗതിയും ഒക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രഗ്ലിങ്സ് അല്ലേ, അവർക്ക് ഇത്രയും കാലം അനുഭവിച്ച ആ ഒരു ഫിയർ, ആ ഒരു സ്ട്രഗ്ലിങ്, ആ ലിമിറ്റേഷൻസ്, ഇതെല്ലാം എന്ത് ചെയ്യോട്ടെ, ലെറ്റ് ഇറ്റ് ഗോ, അതെല്ലാം പൊക്കോട്ടെ. ഞാൻ അതിനെതിരെ ടേൺ അവേ, ഞാൻ അതിനെതിരെ തിരിഞ്ഞു നിൽക്കുകയാണ്. അതിനെതിരെ സൊസൈറ്റിയുടെ ആ ഒരു എക്സ്പെക്റ്റേഷനെതിരെ നിങ്ങൾ തിരിഞ്ഞു നിൽക്കൂ. ആൻഡ് സ്ലാം ദ ഡോർ, ഡോറുകൾ, നിങ്ങളുടെ വാതിലുകൾ നിങ്ങൾക്ക് അതിനെതിരെ കൊട്ടിയടക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവരുടെ എക്സ്പെക്റ്റേഷൻ മറ്റുള്ള നിൽക്കാതെ നിങ്ങൾ തിരിഞ്ഞു നിൽക്കൂ. അതിനെതിരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവർക്ക് നേരെ നിങ്ങൾ നിങ്ങളുടെ വാതിലുകൾ കൊട്ടിയടക്കൂ എന്നാണ് പറയുന്നത്. ഇവരും അത് തന്നെയാണ് കേട്ടോ പറയുന്നത്. ഞാൻ തിരിഞ്ഞു നിന്ന് എൻ്റെ വാതിലുകൾ അതിന് നേരെ കൊട്ടിയടക്കുകയാണ്. ഐ ഡോണ്ട് കെയർ വാട്ട് ദേ ആർ ഗോയിങ് ടു സേ, എനിക്ക് വിഷയമില്ല അവരെന്താണ് പറയുന്നത് എന്നാലോചിച്ച് എനിക്ക് ടെൻഷനില്ല. അവരെന്താണ് പറയുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വിഷയമല്ല. ലെറ്റ് ദ സ്റ്റോം റൈജേഴ്സ്, എന്താണ് സ്റ്റോം, എന്താണ് മക്കളെ, കൊടുങ്കാറ്റ് എന്ത് ചെയ്യട്ടെ, അലറിക്കോട്ടെ അല്ലേ, ആഞ്ഞടിക്കട്ടെ. ദ കോൾഡ് നെവർ ഹാവ് ബോതേർഡ് മീ എനിവേ അല്ലേ, എന്താണ് ലെറ്റ് ദ സ്റ്റോം rage on, the cold never bothered me anyone. പക്ഷെ ആ തണുപ്പുണ്ടല്ലോ, ആ തണുപ്പ് എന്നെ എന്ത് ചെയ്യില്ല, ഒരിക്കലും ബാധിക്കുകയില്ല. ഓക്കെ, ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് ആഞ്ഞു വീശിക്കോട്ടെ, പക്ഷെ ആ തണുപ്പ്, ആ കൊടുങ്കാറ്റിൽ നിന്ന് വരുന്ന തണുപ്പാണെങ്കിലും അല്ലാത്ത തണുപ്പാണെങ്കിലും അതിൻ്റെ ഒന്നും തന്നെ എന്ത് ചെയ്യില്ല, എനിക്ക് ബോധേടല്ല, അതിനെ ഒന്നും തന്നെ എന്നെ ബാധിക്കുകയില്ല. ക്ലിയർ? It's funny how some distance makes everything seem small, and the fears that once controlled me can't get it to me at all. ഇറ്റ്സ് ഫണ്ണി, എനിക്കിതൊരു തമാശയായിട്ടാണ് തോന്നുന്നത്. ഹൗ സം ഡിസ്റ്റൻസ് മേക്സ് എവറിത്തിങ് സീം സ്മോൾ, ദൂരം എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളെയും ചെറുതായിട്ട് കാണിക്കുന്നു. ദൂരം കൂടുന്തോറും വസ്തുക്കൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ചെറുതായിട്ട് തോന്നുന്നു അല്ലേ. ദൂരം കൂടുന്തോറും പ്രശ്നങ്ങളും എന്തായി തോന്നുന്നു, വളരെ ചെറുതായിട്ടാണ് തോന്നുന്നത്. ഇതെനിക്കൊരു തമാശയായിട്ട് തോന്നുന്നു. ആൻഡ് ദ ഫിയേഴ്സ് ദാറ്റ് വാസ് കൺട്രോൾഡ് മീ, ഭയങ്ങൾ, എന്നെ ഭയപ്പെടുത്തിയിരുന്ന, വൺസ് ഐ കൺട്രോൾ, ഒരു കാലത്ത് എന്നെ കൺട്രോൾ ചെയ്തിരുന്ന, എന്നെ നിയന്ത്രിച്ചിരുന്ന ആ ഭയങ്ങൾ എന്നെ വിട്ടു പോയിരിക്കുന്നു. ആൻഡ് കാൻ ഗെറ്റ് ഇറ്റ് മീ അറ്റ് ഓൾ, ഒരിക്കലും ഇനി അതെന്നെ എന്ത് ചെയ്യില്ല, കൺട്രോൾ ചെയ്യില്ല. ഒരിക്കലും ഇനി അതെൻ്റെ തിരിച്ചു വരില്ല എന്നിലേക്ക്. ആ ഭയം എന്ത് ചെയ്തിരിക്കുന്നു, എന്നെ വിട്ട് പോയിരിക്കുന്നു. ഇറ്റ്സ് ടൈം ടു സീ വാട്ട് ഐ ക്യാൻ ഡു, ഇത് എന്തിനുള്ള സമയമാണ്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നത് നോക്കാനുള്ള സമയമാണ് ഇനി വരുന്നത്. ടു ടെസ്റ്റ് ദ ലിമിറ്റ്സ് ആൻഡ് ദ ബ്രേക്ക് ത്രൂ, നോ റൈറ്റ്സ്, നോ റോങ്, നോ റൂൾസ് ഫോർ മീ, ഐ ആം ഫ്രീ. ഇനി ഈ സമയം എന്ന് പറയുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാനുള്ള സമയമാണ്. അതുപോലെ തന്നെ ടു ടേസ്റ്റ് ദ ലിമിറ്റ്സ്, എൻ്റെ ലിമിറ്റ് എന്താണെന്നുള്ളത് നോക്കണം, എന്താണ് എൻ്റെ പരിമിതി എന്ന് നോക്കണം. ആൻഡ് ബ്രേക്ക് ത്രൂ, ആ പരിമിതിയെ മറികടക്കണം. നോ റൈറ്റ്, നോ റോങ്, നോ റൂൾസ് ഫോർ മീ, ഇവിടെ എനിക്ക് എന്തില്ല, റൈറ്റുകളില്ല, തെറ്റുകളില്ല, ശരികളില്ല അല്ലേ, ശരികളില്ല, തെറ്റുകളില്ല, എൻ്റെ മുന്നിൽ നിയമങ്ങളില്ല, നിയമത്തിൻ്റെ ചട്ടക്കൂടുകളില്ല. ഐ ആം ഫ്രീ, ഞാൻ എന്താണ് മക്കളെ, ഞാൻ ഫ്രീ ആണ് അല്ലേ, ഞാനിപ്പോൾ ഒരു സ്വതന്ത്രയാണ് എന്നാണ് പറയുന്നത്. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ അല്ലേ, അത് പൊക്കോട്ടെ, അതിനെ പോകാൻ അനുവദിക്കൂ, അത് പൊക്കോട്ടെ. ഐ ആം വൺ വിത്ത് ദ വിൻഡ് ആൻഡ് സ്കൈ, ഞാൻ എന്താണ്, ഞാൻ കാറ്റിൻ്റെയും ആകാശത്തിൻ്റെയും കൂടെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാനിപ്പോൾ കാറ്റിനെ പോലെയും ആകാശത്തെ പോലെ ശക്തിയാണ്. കാറ്റിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും മക്കളെ, ഇല്ല, അതങ്ങനെ പോവും. നമ്മളിങ്ങനെ തടഞ്ഞാൽ കാറ്റ് അപ്പുറത്ത് കൂടെ അങ്ങ് പോവും അല്ലേ. അതുപോലെ തന്നെ ആകാശം അല്ലേ, നമ്മുടെ കൺട്രോളിലാണോ ഇല്ലത്, അല്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആകാശം പോലെയും അതുപോലെ തന്നെ വിൻഡ് പോലെയും എന്താണ്, ശക്തിയാണ്. സോ
ലെറ്റ് ഇറ്റ് ഗോ. അത് പൊക്കോട്ടെ, ലെറ്റ് ഇറ്റ് ഗോ. യു വിൽ നെവർ സീ മീ ക്രൈ. നിങ്ങൾ ഒരിക്കലും ഇനി ഞാൻ കരയുന്നത് നിങ്ങൾ ഇനി കാണുകയില്ല. ഹിയർ ഐ സ്റ്റാൻഡ്, ഹിയർ ഐ സ്റ്റേ. ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്, ഇവിടെയാണ് ഞാൻ തങ്ങുന്നത്. ഹിയർ ഐ സ്റ്റാൻഡ് ഇൻ ബോൾഡ്. ഞാൻ ഇവിടെയാണ് ഇനി നിൽക്കാൻ പോകുന്നതും ഇവിടെയാണ് ഇനി ഞാൻ ബോൾഡായിട്ട് തലയുയർത്തി നിൽക്കാൻ പോകുന്നത്. ഇനി ഞാൻ കരയുന്നത് നിങ്ങൾ കാണുകയില്ല. ലെറ്റ് ദ സ്റ്റോം റൈഞ്ചേഴ്സ്. എന്താണ് റേഞ്ചേഴ്സ് സോൺ പറഞ്ഞ എന്താണ് മക്കളെ? കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചോട്ടെ, എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, ഞാൻ ഇവിടെയാണ് ഇനി നിൽക്കാൻ പോകുന്നത്, എനിക്കിനി ഏത് വിഷയമില്ല. ബ്രിഡ്ജ് പറഞ്ഞാൽ ഒരു സോങ്ങിൽ ഒരു സ്നാസയിൽ മറ്റൊരു ഇതിലോട്ട് പോകുന്നതിനൊക്കെ കൊടുക്കുന്ന ഒരു ഗ്യാപ്പാണ്. ഒരു ടെൻഷൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു സ്നാസയിൽ നിന്ന് മറ്റൊന്നിലോട്ട് പോകാനുള്ള ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബ്രിഡ്ജ്. ഓക്കെ. മൈ പവർ ഫ്ലറീസ് ത്രൂ ദ എയർ ഇൻ ടു ദ ഗ്രൗണ്ട്. എന്താണ്? എൻ്റെ ശക്തിയെ വളരെ വേഗത്തിൽ താഴോട്ട് പതിക്കുകയാണ്. ത്രൂ ദ എയർ ഇൻ ടു ദ ഗ്രൗണ്ട്, അല്ലേ? ഗ്രൗണ്ടിലോട്ട് വായുവിലൂടെ വളരെ ശക്തമായിട്ട് എൻ്റെ പവർ വളരെ വേഗത്തിൽ താഴോട്ട് പതിക്കുകയാണ്. ആൻഡ് മൈ സോൾ ഈസ് സ്പൈറലിംഗ് ഇൻ ഫ്രോസൺ ഫ്രാങ്കിൾസ് ഓൾ റൗണ്ട്. അതുപോലെ തന്നെ എൻ്റെ ആത്മാവെന്ന് പറയുന്നത് എന്താവാണ്? കഷ്ണങ്ങളെ പോലെ, അല്ലേ? മഞ്ഞ് കഷ്ണങ്ങളെ പോലെ എന്ത് ചെയ്യാണ്? കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ് എൻ്റെ ചുറ്റുപാടും എന്ന് പറയുന്നത്, അല്ലേ? ചെറിയ മഞ്ഞ് പാളികളെ പോലെ എൻ്റെ ചുറ്റും എൻ്റെ സോൾ, എൻ്റെ ആത്മാവ് എന്ത് ചെയ്യാണ്? ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ആൻഡ് വൺ തോട്ട്, എൻ്റെ ഒരു ചിന്ത ക്രിസ്റ്റലൈസസ് ലൈക്ക് ആൻ ഐസി ബ്ലാസ്റ്റ്, അല്ലേ? ഒരു മഞ്ഞ് കട്ടയെ പോലെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാണ്? ക്ലിയർ ആയിട്ട്, വളരെ ക്രിസ്റ്റലൈസ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഒരു മഞ്ഞ് കട്ടയെ പോലെ ഉരുണ്ടു കൂടുകയാണ് എൻ്റെ ചിന്ത എന്ന് പറയുന്നത്. ഐ എം നെവർ ഗോയിങ് ബാക്ക്. ഞാൻ ഒരിക്കലും ഇനി എന്ത് ചെയ്യില്ല? തിരിച്ചു പോവില്ല. ആ ഒരു ഇതിലോട്ട്, ആ ഒരു ലോകത്തേക്ക്, ആ ലിമിറ്റേഷൻസ് ഉള്ള സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻ നിറഞ്ഞിട്ടുള്ള ആ ഒരു ലോകത്തേക്ക് ഇനി ഞാൻ ഒരിക്കലും തിരിച്ചു പോകുകയില്ല. ദ പാസ്റ്റ് ഈസ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റ് എന്താണ്? പാസ്റ്റാണ്. കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു പോയത് തന്നെയാണ്. ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ, അല്ലേ? അതിനെ പോകാൻ അനുവദിക്കൂ, അതിനെ പോകാൻ അതിനെ പോകാൻ അനുവദിക്കൂ എന്ന് പറയുന്നത് എന്താണ്? അവർ ഇത്രയും കാലം അനുഭവിച്ചിട്ടുള്ള ലിമിറ്റേഷൻസ്, സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻ, സ്ട്രഗ്ലിങ്, ഫിയർ, ഇതെല്ലാമാണ് അവർ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത്. അവരോടാണ് പോവാൻ പറയുന്നത്. അതിനെ പോവാൻ അനുവദിക്കുക. അതിനെ അവർക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കുകയില്ല. ആൻഡ് ഐ വിൽ റൈസ് ലൈക്ക് ദ ബ്രേക്ക് ഓഫ് ദ ഡോൺ. പ്രഭാതം പൊട്ടി വിളരുന്ന പോലെ ഞാൻ എന്ത് ചെയ്യും? പൊട്ടി ഉയർത്ത് എഴുന്നേറ്റ് വരും. ലെറ്റ് ഇറ്റ് ഗോ. അതിനെ പോകാൻ അനുവദിക്കൂ, അത് പൊക്കോട്ടെ. ദാറ്റ് പെർഫെക്റ്റ് ഗേൾ ഈസ് ഗോൺ. നിങ്ങൾ പറഞ്ഞു വെച്ചിരുന്ന, നിങ്ങളുടെ സൊസൈറ്റി പറഞ്ഞു വെച്ചിരുന്ന ആ പെർഫെക്റ്റ് ആയിട്ടുള്ള പെൺകുട്ടി, എല്ലാം തികഞ്ഞവൾ എന്ന്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല കുട്ടിയാവുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്ന ആ പെർഫെക്റ്റ് ഗേൾ ഇപ്പോൾ ഇല്ല, അത് പോയിരിക്കുന്നു. ഹിയർ ഐ സ്റ്റാൻഡ് ദ ലൈറ്റ് ഓഫ് ദ ഡേ. ഇവിടെ ദിവസത്തിൻ്റെ പ്രകാശത്തില്ലേ, ഈ ഒരു ദിവസത്തിൻ്റെ പ്രകാശമായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ലെറ്റ് ദ സ്റ്റോം റൈസസ് ഓൺ ദ കോൾഡ് നെവർ ബോതേർഡ് മീ എനിവർ. അല്ലേ? കൊടുങ്കാറ്റ് ആഞ്ഞിരിക്കട്ടെ, ആ തണുപ്പ് എന്നത് പറയുന്നത് ഒരിക്കലും എനിക്കൊരു എന്തായിരുന്നില്ല, ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല. അതൊരിക്കലും തന്നെ എനിക്ക് ഏൽക്കുകയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതൊരിക്കലും ഞാനതിനെക്കുറിച്ച് ഒരിക്കലും ബോധേഡല്ല. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് മക്കളെ പോം വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പോമാണ്, അല്ലേ? ആളുടെ ഫിയറുകളും സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷനും, അതിനനുസരിച്ച് ആൾ ഇത്രയും കാലം ജീവിച്ചതും, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് ആളുടെ ഇമോഷൻസും ഫീലിങ്സും ലിമിറ്റേഷൻസും ഒക്കെ എല്ലാതും ഉൾക്കൊണ്ട് അതെല്ലാം കൺട്രോൾ ചെയ്ത് സൊസൈറ്റി എക്സ്പെക്റ്റേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിച്ചു ചേർത്ത് അവരുടെ ജീവിതത്തിൽ നിന്നും ഒരു പ്രത്യേക ടൈമിൽ അവർ പുറത്തോട്ട് വരുമ്പോൾ അവർക്ക് ഇനി അതൊരിക്കലും കഴിയില്ല. അവർക്ക് ഫ്രീ ആയിട്ട് ജീവിക്കണം, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ പാഷൻസ്, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്ന ഒരു ചെറിയ പോം നോക്കാം. സമ്മറി ആൻഡ് അപ്രിസിയേഷൻ. നമുക്ക് സമ്മറി നോക്കാം. Let It Go is a song from the movie Frozen. It is a harmonious fusion of the words, music and the animation. ഓൾറെഡി പറഞ്ഞതുപോലെ വാക്കുകളുടെയും അതുപോലെ മ്യൂസിക്കിൻ്റെയും ആനിമേഷൻ്റെയും ഒക്കെ ഒരു കൂടിച്ചേരലാണ് ഈ ഫ്രോസൺ എന്ന് പറയുന്ന ഫിലിമിലെ ഈ ഒരു പാട്ട്. എൽസ ഈസ് എ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ ഫിലിമിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ആരാണ്? എൽസയാണ്. ഷീ ഈസ് too shy and the timid even to appear before others. ഈ
ഫിലിമിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ പോമിൽ നമ്മുടെ സോങ് പറയുകയാണെങ്കിൽ നമ്മുടെ സോങ്ങിലെ മെയിൻ ക്യാരക്ടർ ആരാണ്? എൽസ തന്നെയാണ് കേട്ടോ. എൽസ ഇസ് ദ സ്പീക്കർ. ഓക്കെ, ഷീ ഈസ് ടു ഷൈ. ആൾ വളരെ എന്താണ്? ഭയങ്കര ഷൈ ആണ്. ആൻഡ് ടിമിഡ് ഈവൻ ടു അപ്പിയർ ബിഫോർ അതേഴ്സ്. മറ്റുള്ളവരുടെ മുമ്പിൽ വരാൻ പോലും മടിയുള്ള ഒരു ക്യാരക്ടറാണ്. അറ്റ് എ സർട്ടൻ പോയിന്റ് ഇൻ ലൈഫിൻ്റെ ഒരു പ്രത്യേക ടൈമിലെത്തുമ്പോൾ ഷീ ഡിസൈഡ് ടു ഫ്രീ ഹെർസെൽഫ് ഓഫ് ദ സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻ ആൻഡ് ലീവ് അക്കോർഡിംഗ് ടു ഹർ ഡീപ്പസ്റ്റ് വിഷ്. അല്ലേ, ഒരു ടൈമിലെത്തുമ്പോൾ സൊസൈറ്റിയുടെ പ്രതീക്ഷകൾക്ക് നിന്നെല്ലാം അവൾ ഫ്രീ ആയിക്കൊണ്ട് അവളുടെ വിഷുകൾക്ക് ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് അവൾ ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. She sings the song Let It Go to show this decision as she built an ice palace for herself. അല്ലേ, അവൾ എന്ത് ചെയ്യാണ്? അവളുടെ ഈ തീരുമാനം, ഇനി അങ്ങോട്ടുള്ള ഈ ഫ്രീ ആയിട്ട് ജീവിക്കാനെടുത്ത അവളുടെ തീരുമാനം ഒരു ഐസ് പാലസ് നിർമ്മിക്കുമ്പോൾ ഒരു പാട്ടിലൂടെ അവൾ പാടുകയാണ് കേട്ടോ. ഇതൊരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് വരുന്നത് തന്നെയാണ്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് അപ്രീസിയേഷനൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ കൊടുക്കാൻ ഏറ്റവും ബെറ്റർ കേട്ടോ. അതുപോലെ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ളിലായിട്ട് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? നമ്മുടെ ഈ സോങ് റൈറ്റ് ചെയ്തതും പാടിയതും അവരുടെ പേരും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. തീം ഓഫ് ലിബറേഷൻ ആൻഡ് സെൽഫ് അക്സെപ്റ്റൻസ്. അല്ലേ മക്കളെ, സ്വതന്ത്രം അല്ലേ, ലിബറേഷൻ ആണ് അല്ലേ മക്കളെ. ആൻഡ് സെൽഫ് അക്സെപ്റ്റൻസ്, നമ്മളെ തന്നെ അറിയുക അല്ലെ, നമ്മളെ തന്നെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നുണ്ട് അല്ലേ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മളെ മാറ്റി വെക്കാറാണ് അല്ലേ. നമ്മുടെ ആഗ്രഹങ്ങൾ വേറെ ആയിരിക്കും, നമ്മുടെ ഇഷ്ടങ്ങൾ വേറെ ആയിരിക്കും, നമ്മുടെ സ്വപ്നങ്ങൾ വേറെ ആയിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുമല്ലോ അല്ലേ. അതിനാണ് നമ്മൾ ഈ സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മളെ സ്വയം നമ്മൾ ഉൾക്കൊള്ളുക. The central theme is Elsa's journey of the self-discovery and the liberation. അല്ലേ, അവളെ സ്വയം കണ്ടെത്തുന്നതും അതുപോലെ അവളുടെ സ്വതന്ത്രതയും എല്ലാമാണ് ഈ ഒരു ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. The repetition of Let It Go symbolizes her release from the societal expectation, her own fears. അല്ലേ, അവളുടെ പേടികളിൽ നിന്ന്, ഹെർ ഓൺ ഫിയേഴ്സുകളിൽ നിന്നും സൊസൈറ്റിയുടെ പ്രതീക്ഷകളിൽ നിന്നും എല്ലാം അവൾ ഫ്രീ ആവുകയാണ് അല്ലേ. അതാണ് ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന വരി സിംബലൈസ് ചെയ്യുന്നത്. ബൈ എംബ്രൈസിങ് ഹെർ യുണീക്ക് ഐഡൻറ്റിറ്റി, അവൾക്ക് മാത്രമുള്ള അവളുടെ പ്രത്യേകമായിട്ടുള്ള അവളുടെ ഒരു കഴിവുണ്ട് അല്ലേ, അവൾക്ക് മാത്രമുള്ള അവളുടെ ഐഡൻറ്റിറ്റി ഉണ്ട്, അത് അവൾ തിരിച്ചറിയുകയും ഷീ ട്രാൻസ്ഫർ ഹെർ വളർണബിലിറ്റി ഇൻ ടു സ്ട്രെങ്ത് അല്ലേ, എല്ലാവർക്കും ഫ്ലെക്സിബിളായിട്ട് മറ്റുള്ളവർക്ക് കംഫർട്ടബിളായിട്ട് ജീവിക്കുന്ന അവളുടെ ക്യാരക്ടറിൽ നിന്നും അവളൊരു സ്ട്രെങ്ത് ആയിട്ടുള്ള ക്യാരക്ടറിലോട്ട് മാറുകയാണ് കേട്ടോ. അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ദെൻ ഇമാജിനറി ആൻഡ് സിംബോളിസം അല്ലേ, ഇതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ ലൈൻസുകളുടെയൊക്കെ മീനിങ് ജസ്റ്റ് നിങ്ങൾക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈൻസ് ഏതാണെന്ന് വെച്ചാൽ ഒരു 2 ലൈൻ നിങ്ങൾക്ക് അതിന് എഴുതാൻ കഴിയുന്ന, നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന 2 ലൈൻ നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഈ ഒരു അപ്രിസിയേഷനിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ദെൻ ഇമാജിനറി ആൻഡ് സിംബോളിസം. ദ പോം യൂസസ് വിവിഡ് ഇമാജിനറി ആൻഡ് സച്ച് ആസ് ദ സ്നോ ഗ്ലോസ് വൈറ്റ് ഓൺ ദ മൗണ്ടൻ ടു നൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ദ സെൽസ് ഓഫ് ഐസൊലേഷൻ അല്ലേ, മലമുകളിലുള്ള ആ മഞ്ഞുകളുടെ ആ ഒരു വെളിച്ചത്തേക്ക് അവളുടെ ഒരു ഏകാന്തതയുടെ ആ ഒരു ഇതാണ് അവിടെ കാണിക്കുന്നത്. ദ കിങ്ഡം ഓഫ് ദ ഐസൊല്യൂഷൻ റിഫ്ലക്ട് ദ എൽസ ഇന്റേണൽ സ്ട്രഗിൾ അല്ലേ, അവളുടെ ഏകാന്തതയുടെ ആ ഒരു സാമ്രാജ്യം എന്ന് പറയുന്നതും അവളുടെ തനിയുള്ള അവളുടെ ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രഗിളിങ്സ് കാണിക്കുന്നു. ലേറ്റർ ഷീ ഡിക്ലെയർസ്, അതിനുശേഷം അവളൊരു ഡയലോഗ് അതിൽ പറയുന്നുണ്ട്, ഹിയർ ഐ സ്റ്റാൻഡ് സിഗ്നിങ് ഹർ ന്യൂ ഫോണ്ട് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് അല്ലേ, ഇവിടെയാണ് ഇനി ഞാൻ നിൽക്കുന്നത്, ഇവിടെയാണ് ഇനി ഞാൻ താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ അവളുടെ ആ ഒരു പുതിയ അവളുടെ മൈൻഡിൽ വന്നിട്ട് ആ ഒരു കോൺഫിഡൻസും അതുപോലെ ഇനി അവളുടെ ആ ഒരു ഫ്രീ ആയിട്ടുള്ള അവളുടെ ജീവിതം, ആ സ്വതന്ത്രമായിട്ടുള്ള അവളുടെ ആ ജീവിതം എല്ലാം അവൾ എന്ത് ചെയ്യാണ് ആ വരികളിലൂടെ പറയുന്നുണ്ട്. then alliterations യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രോസൺ ഫ്രാക്ടൽസ് എംഫസൈസ് ദ ബ്യൂട്ടി ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ എൽസാസ് പവർ അല്ലേ, എന്താണ് അതിൽ ഈ ഒരു മഞ്ഞ് പീസുകളുടെ മഞ്ഞ് പാളികളെ കുറിച്ച് പറയുന്നുണ്ട്. അത് അവളുടെ ബ്യൂട്ടി ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് എൽസയുടെ പവറിൻ്റെ ആ ഒരു ബ്യൂട്ടിയാണ് കാണിക്കുന്നത്. എൽസയുടെ പവർ എന്താണ്, അവൾക്ക് തൊടുന്നതെല്ലാം ഐസാക്കാനുള്ള ഒരു പവർ ഉണ്ടല്ലോ അല്ലേ, അത്. ദെൻ മെറ്റാഫർ യൂസ് ചെയ്തിട്ടുണ്ട്. Let it the storm right
triggers on represent Elsa acceptance of her imperfections and the inner chaos. അവളുടെ ഉള്ളിലുള്ള ഒരു ഇംപെർഫെക്ഷൻ ആയിട്ടുള്ളതും അതുപോലെ അവളുടെ ഉള്ളിലുള്ള ടെൻഷൻസ് ഉണ്ട് അല്ലേ, ഒരു സ്ട്രഗിളിങ് ഉണ്ട് അല്ലേ, അത് ഇതാണോ അങ്ങനെ ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻസ് മൈൻഡ്, ഇതെല്ലാമാണ് അതിലൂടെ കാണിക്കുന്നത്. ഇത് റിപ്പീറ്റേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റീൻഫോഴ്സസ് ദ സെൻട്രൽ മെസ്സേജ് ഓഫ് ദ റിലീസ് ആൻഡ് ദ ഫ്രീഡം. ഫ്രീഡം അതേപോലെ തന്നെ റിലീസും ആണ് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. അത് ഈ ലെറ്റ് ഇറ്റ് ഗോയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. ദെൻ ഇമാജിനറി യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇമാജിനറികൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ അലിട്രേഷൻ വരുന്നുണ്ട്, ദെൻ മെറ്റാഫർ യൂസ് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പോമൊന്നല്ല, സോങ് ആണ് കേട്ടോ. എന്നിരുന്നാൽ പോലും നമ്മളത് അതിലുണ്ട്, അപ്പോൾ അത് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ദെൻ ഇമാജിനറി ഒരുപാട് ഉണ്ട് അല്ലേ. യൂസസ് ഇറ്റ് ലൂക്സ് ലൈക്ക് ദ ഐം ദ ക്യൂൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഇമാജിനറി കിട്ടുന്നുണ്ട്. ആൻഡ് ദ വിൻഡ് ഈസ് ഹൗളിംഗ് ലൈക്ക് ദ സ്വിർലിംഗ് സ്റ്റോം ഇൻസൈഡ് ഇറ്റ് ഷോസ് ഹർ ഇന്റേണൽ സ്ട്രഗിൾസ് ഇൻ ഹെർ മൈൻഡ്. ഇതൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. ദെൻ പേഴ്സണിഫിക്കേഷൻ ഉണ്ട് അല്ലേ, നമ്മുടെ മനുഷ്യർക്കുള്ള കഴിവ് വസ്തുവിനോ മൃഗങ്ങൾക്കോ ആർക്കെങ്കിലും കൊടുക്കുക അല്ലേ. ദ വിൻഡ് ഈസ് ഹൗളിംഗ് അല്ലേ, കാറ്റ് ഊരിയിടൊക്കെ നമ്മൾ ആരാണ്? നമ്മളല്ലേ ഇങ്ങനെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്താണ്? ഒരു സ്വിർലിംഗ് സ്റ്റോം എന്ന് പറഞ്ഞാൽ അതും ഇത് രണ്ടും എന്താണ് മക്കളെ? പേഴ്സണിഫിക്കേഷൻസ് ആണ് കേട്ടോ. ഗീസ് എ വിൻഡ് ഈസ് എ ഹ്യൂമൻ ലൈക്ക് ഇൻസിറ്റി മിററിംഗ് എൽസ ഇന്നർ കയോസ്. അവരുടെ ഉള്ളിൽ അടിക്കുന്ന ആ ഒരു സ്ട്രഗിളിങ്സും ആ ഒരു കൺഫ്യൂഷൻസുമായിട്ടുള്ള അവളുടെ ആ ഒരു അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്? ഈ വിൻഡിന് ഹൗളിംഗ് എന്ന് പറയുന്ന ഒരു പേഴ്സണിഫിക്കേഷൻ കൊടുക്കുന്നതിലൂടെ കവി ഉദ്ദേശിച്ചിട്ടുള്ളത്. Then contrast. The transition from the confinement to a freedom of the highlights Elsa transformation example from a kingdom of isolation to I am free. അല്ലേ മക്കളെ, ഏകാന്തതയുടെ ആ ഒരു സാമ്രാജ്യം ഐ എം ഫ്രീ എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിൽ നല്ല മാറ്റമുണ്ട് അല്ലേ. ഏകാന്തതയുടെ ആ ഒറ്റപ്പെട്ട സാമ്രാജ്യത്തിൽ നിന്നും ഐ എം ഫ്രീ, രണ്ട് കോൺട്രാസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് റിഫ്ലക്ട് ഇമോഷണൽ ഗ്രോത്ത്. അവരുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള അവളുടെ സ്ട്രഗിളിങ്സും ബുദ്ധിമുട്ടുകളൊക്കെയാണ് അതിലൂടെ നമുക്ക് കാണുന്നത്. These poetic devices work together to convey Elsa's journey of the self-acceptance and the liberation. അല്ലേ, മൊത്തത്തിൽ അവളുടെ ഒരു സെൽഫ് അക്സെപ്റ്റൻസ്, അവളെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടുള്ള മുന്നോട്ടുള്ള അവളുടെ ജീവിതവും അവളുടെ ആ ഫ്രീ ആയിട്ടുള്ള ലൈഫും ഒക്കെയാണ് നമുക്ക് മൊത്തത്തിൽ ഈ പോയറ്റിക് ഡിവൈസസിലൂടെ നമുക്ക് കൺവേ ചെയ്ത് തരുന്നത്. ലെറ്റ് ഇറ്റ് ഗോ നോട്ട് ജസ്റ്റ് എ സോങ് ബട്ട് എ പവർഫുൾ പോയറ്റിക് എക്സ്പ്രഷൻ. അല്ലേ, വെറും ഒരു പാട്ട് മാത്രമല്ല, നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു പോയറ്റിക് എക്സ്പ്രഷൻസും കൂടിയാണ് ഈ പോം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പോമത്തിൻ്റെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ നമുക്ക് ഇതിന് കാണാൻ കഴിയുന്നത്. ഇതൊരു ഫ്രീ വേഴ്സ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതിലെ റൈമിംഗ് സ്കീം ഒന്നും ഞാൻ പറയാത്തത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അപ്രിസിയേഷൻ വരുന്നത്. അപ്രിസിയേഷൻ നിങ്ങൾക്ക് ഇനി ഒരുപാട് ആഡ് ചെയ്യാം കേട്ടോ. അത് ഇഷ്ടപ്പെട്ട ലൈൻസ് ആഡ് ചെയ്യാം, അതിൻ്റെ മീനിങ്സ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ അപ്രിസിയേഷൻ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.